വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ സന്യാസ നിയമം അനുസരിച്ച് ഒരു സന്യാസി തൻ്റെ ആശ്രമത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾക്ക് പുറത്തു പോയാൽ തിരിച്ച് ആശ്രമത്തിൽ വന്ന് താമസിക്കണം എന്നുള്ളതാണ് അവരുടെ നിയമം. എന്നാൽ ആ ദിവസം വിശുദ്ധ സ്കോളാസ്റ്റിക്കയുമായിട്ട് സംസാരിച്ച് ഒത്തിരിയേറെ സമയം പോയി. സ്കോളാസ്റ്റിക്കയ്ക്ക് ഒരാഗ്രഹം, തൻ്റെ സഹോദരൻ അന്ന് അവരുടെ കൂടെ തങ്ങണമെന്ന്. പക്ഷേ സന്യാസ നിയമം വളരെ കൃത്യമായും സ്ട്രിക്റ്റായും പാലിച്ചിരുന്ന വിശുദ്ധ ബെനഡിക്റ്റിന് അതിന് സമ്മതം ഉണ്ടായിരുന്നില്ല. വിശുദ്ധ സ്കോളാസ്റ്റിക്ക പെട്ടെന്ന് ഈശോയോട് പറഞ്ഞു, കർത്താവെ, നല്ലൊരു മഴ പെയ്താൽ എൻ്റെ സഹോദരൻ ഇന്ന് ഇവിടുന്ന് പോവില്ല എന്ന്. പക്ഷേ വിശുദ്ധ ബെനഡിക്റ്റ് സ്കോളാസ്റ്റിക്കയെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്തരം ബാലിശമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഈശോയോട് പ്രാർത്ഥിക്കുന്നതെന്ന്? നമ്മൾ സന്യാസികൾ രോഗത്തിൻ്റെ വിശുദ്ധീകരണത്തിനും മറ്റുള്ളവരുടെ മാനസാന്തരത്തിനുമൊക്കെ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, അന്ന് വളരെ ശക്തമായ മഴ പെയ്യുകയും വിശുദ്ധ ബെനഡിക്റ്റിന് തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുകയും ചെയ്തില്ല. വിശുദ്ധ ബെനഡിക്റ്റ് അന്ന് സഹോദരിയോടൊപ്പം തങ്ങുകയാണ് ചെയ്തത്. സ്നേഹമുള്ളവരെ, നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ത് എന്നുള്ളതിനേക്കാൾ അപ്പുറം പ്രാർത്ഥിക്കുന്ന വ്യക്തിയും ദൈവവുമായുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൈവവുമായി ആഴമായ ബന്ധമുള്ള ഒരു വ്യക്തി ചോദിക്കുന്നതെന്തും ദൈവം സാധിച്ചു തരും.